സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകണമെങ്കിൽ പേരിൽ മാത്രം ഒതുക്കേണ്ടി വരും. കേരളയിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ DPR അടിമുടി പൊളിച്ചെഴുതിയാൽ സിൽവർ ലൈന് കേന്ദ്രം പച്ചക്കൊടി കാട്ടുമെന്ന സൂചനകളാണ് റെയിൽവേയിലൂടെ പുറത്തുവരുന്നത്. റെയിൽവേ ആഗ്രഹിക്കുന്ന DPR എങ്ങനെയാകണമെന്ന് കേരളിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്മേൽ കേരളിന് വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ നൽകാനായി നാളെ എറണാകുളത്ത് റെയിൽവേ കേരയിൽ നിർണായക യോഗം ചേരും. റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്കറിയയും കേരള MD അജിത് കുമാറും പങ്കെടുക്കും. DPR അടിമുടി പൊളിച്ചെഴുതണമെന്ന കാർക്കശ്യമാണ് റെയിൽവേ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴും ഇത്രയും കാലം ഫ്രീസറിലിരുന്ന പദ്ധതി കേന്ദ്രം ഇടപെട്ട് സജീവമാക്കിയെന്നത് വിസ്മരിച്ചുകൂടാ. അതായത് സംസ്ഥാനം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ പദ്ധതി നടപ്പാകും. ആ വിട്ടുവീഴ്ച ഇരുഭാഗത്തും ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. DPR തിരുത്താനായി ദക്ഷിണ റെയിൽവേ കേരളത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് തന്നെ ഘടകവിരുദ്ധമാണ്. സിൽവർ ലൈന് മാത്രമായി പ്രത്യേക പാത എന്ന DPR തിരുത്തേണ്ടി വരും. സ്റ്റാൻഡേർഡ് ഗേജ് പറ്റില്ല, ബ്രോഡ് ഗേജ് തന്നെ വേണം. പാസഞ്ചർ ഗുഡ്സ് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള റെയിൽവേ സർവീസിന് പറ്റുന്ന വിധം പാത നിർമ്മിക്കണമെന്നാണ് റെയിൽവേയുടെ നിർദ്ദേശം. വന്ദേ ഭാരത് സർവീസ് സിൽവർ ലൈൻ പാതയിലൂടെ നടത്തുന്നതിനാണ് റെയിൽവേ ബ്രോഡ് ഗേജ് പാത നിർദ്ദേശിക്കുന്നത്. രാജ്യത്ത് ബ്രോഡ് ഗേജിന് പരമാവധി വേഗം മണിക്കൂറിൽ 160 കിലോമീറ്ററാണ്. എന്നാൽ സിൽവർ ലൈൻ DPR വിഭാവനം ചെയ്യുന്ന സർവീസിന് 200 കിലോമീറ്റർ വേഗതയാണ്. അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള 530 കിലോമീറ്റർ യാത്ര 4 മണിക്കൂറിനുള്ളിൽ സാധ്യമാകില്ല. അതിനാൽ സിൽവർ ലൈൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് റെയിൽവേ നിർദ്ദേശം ഘടകവിരുദ്ധമാണ്. പാലങ്ങളും റോഡ് ഓവർ ബ്രിഡ്ജുകളും ഇന്ത്യൻ റെയിൽവേയുടെ ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കണമെന്ന റെയിൽവേയുടെ നിർദ്ദേശം നിർദ്ദിഷ്ട DPRലെ അലൈൻമെന്റിന് മാറ്റം അനിവാര്യമാക്കും. നിർമ്മാണ ഘട്ടത്തിലോ സർവീസ് ഘട്ടത്തിലോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും റെയിലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. നാളത്തെ ചർച്ച തുടർ ചർച്ചകളിലേക്ക് നീളുകയും കേന്ദ്രവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയും ചെയ്താൽ സിൽവർ ലൈന് വീണ്ടും ജീവൻ വയ്ക്കും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.